നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ തമ്പായം. ഏഴരാണ്ട ശനിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏഴരാണ്ട ശനി നിലവിലുള്ളത് കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും മകരക്കൂറുകാർക്കുമാണ്. അപ്പോൾ മകരക്കൂറുകാർക്ക് ഈ 2025 മാർച്ചോട് കൂടി ഏഴരാണ്ട ശനി തീരും. കുംഭക്കൂറുകാർക്ക് ഒരു 3 വർഷത്തേക്കും കൂടി ഏഴരാണ്ട ശനിയുണ്ട്. മീനക്കൂറുകാർക്ക് ഒരു 5 വർഷത്തേക്കും കൂടി ഉണ്ട്. മേടക്കൂറുകാർക്ക് 2025 മാർച്ച് മാസം മുതലാണ് ഏഴരാണ്ട ശനി തുടങ്ങുന്നത്. കുംഭക്കൂറ് എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ പകുതി, ചതയം, ഉരുട്ടാതി, മുക്കാല് വരെ ഉള്ളവർക്ക് 2025 മാർച്ചില് ജന്മശനി എന്ന് പറയുന്ന വലിയ ഒരു ദുരന്തം മാറിക്കിട്ടും. പിന്നെ ഒരു 2.5 വർഷവും കൂടെയാണ് ഏഴരാണ്ട ശനി ഉള്ളത്. മീനക്കൂറുകാർക്ക് 2023 ജനുവരി മാസം മുതലാണ് ഏഴരാണ്ട ശനി തുടങ്ങിയത്. 7.5 വർഷത്തേക്കാണ്. മീനക്കൂറുകാർക്ക് ഒരു 5 വർഷത്തേക്കും കൂടി ഏഴരാണ്ട ശനിയുണ്ട്. മേടൻ രാശിക്കൂറുകാർക്ക് മാർച്ച് മുതൽ 7.5 വർഷത്തേക്കാണ് ഏഴരാണ്ട ശനി ഉള്ളത്. അപ്പോൾ ഏഴരാണ്ട ശനി എന്ന് പറയുന്നത് രാമലക്ഷ്മണന്മാർ വരെ രാജ്യവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ട് വനത്തികേറിയ സമയമാണ് ഏഴരാണ്ട ശനി. അങ്ങനെ ഏഴരാണ്ട ശനി വന്നാൽ നാനാരോഗം ഒന്ന് മാറി ഓരോ അസുഖങ്ങൾ കയറി പിടിവരും. സുഖത്തിനും സാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സം വരും. സാമ്പത്തികം എത്ര സമ്പന്നന്മാരായിരുന്നാൽ പോലും സാമ്പത്തിക നേട്ടങ്ങൾക്ക് കോട്ടം വരും. കിട്ടാനുള്ള പൈസ കിട്ടിയില്ല, കയ്യിരുന്നത് നമ്മൾ ചിലവാക്കി വീണ്ടും ലോണുകൾ എടുത്ത് എവിടെ നിന്നൊക്കെ കിട്ടാൻ നമുക്ക് അവസരമുണ്ട് അവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച് വലിയൊരു കടക്കാരായിട്ട് നമുക്ക് വരും. സ്ഥാനമാനങ്ങൾ, നമ്മളെ ജോലിയിൽ കിട്ടേണ്ടുന്ന പദവി, പ്രമോഷൻ, അംഗീകാരങ്ങൾ, മറ്റ് അവസരങ്ങൾ കിട്ടാതെ പോകും. ഒരു പരീക്ഷയൊക്കെ എഴുതണമെങ്കിൽ മാർക്ക് കിട്ടും, പക്ഷെ 1/2 മാർക്ക് 1 മാർക്കിനൊക്കെ നമുക്ക് ക്ലാസ് റാങ്ക്, ഡിസിഷൻ, എ പ്ലസ്, സെലക്ഷൻ ഇതൊക്കെ കിട്ടാതെ പോകും. ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയാൽ നമ്മൾ വളരെ മികവുറ്റ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്, പക്ഷെ നമുക്ക് മെച്ചം കിട്ടാതെ പോകും. അങ്ങനെ പ്രംശഞ്ച എന്ന് വെച്ചാൽ വീടും നാടും ഒക്കെ വിറ്റ് പറക്കി പോകുന്നതും വിട്ടുമാറി പോകുന്നതും ഒക്കെ ഏഴരാണ്ട ശനി സമയത്താണ്. രാമലക്ഷ്മണന്മാർക്ക് രാജ്യവും ഭരണവും അധികാരവും എല്ലാം നഷ്ടപ്പെട്ട് വനത്തി കയറിയ സമയമാണ് ഏഴരാണ്ട ശനി. അപ്പോൾ ചെങ്കോല് പോയി, കിരീടം പോയി, രാജ്യം പോയി, അധികാരം പോയി, എല്ലാം പോയി. എങ്ങനെ പോയത്? അച്ഛൻ സ്വത്തും വകയും അധികാരവും ഒക്കെ തന്നെ രക്ഷിക്കും. സഹോദരങ്ങളും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. ആരാണ് ശത്രുവാകുന്നത്? കൈകേയിയും മന്ദരയും ശത്രുവായതുപോലെ നമ്മൾ അമ്മ, കുഞ്ഞമ്മ, വല്യമ്മ, അമ്മാവി, വേലക്കാരി ഉണ്ടെങ്കിൽ അവർ പോലും കാര്യവും പണിയും നമ്മളെ ഏഷണിയും ഭീഷണിയും പെടുത്തി ജോലിയിട്ട് ശമ്പളം പോലും തന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് വഞ്ചിച്ച് ചതിച്ചിട്ട് നമ്മളെ വിട്ടുപോവുകയും നമ്മളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുകയും ഇല്ലാത്ത കേസുകൾ വഴക്കുകൾ ഉണ്ടാക്കുകയും, അമ്മമാരൊക്കെ ആണെങ്കിൽ മക്കളുടെ സ്നേഹം ഉണ്ടായിരുന്നാൽ പോലും നമുക്ക് വീടാ വസ്തുവാ നമുക്ക് ആവശ്യത്തിന് പണമോ ഇല്ലാതിരിക്കുമ്പോൾ ആ വീടും ശരിയമ്മ വസ്തുവും ശരിയമ്മ സഹായിക്കുന്നൊക്കെ പറഞ്ഞ് അവർ പറയും നിനക്കെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി എവിടെ പോയി എങ്ങനെ വേണോ ജീവിച്ചോ, ഇനി നിനക്കൊന്നും തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഈ ഞങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഇതല്ല എന്ന് പറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇന്ന് മരിച്ചാൽ പോലും വസ്തുവകകൾ മക്കൾക്ക് കിട്ടാൻ പാടാണ്. എന്ന് വെച്ചാൽ അതിന് വേറെ അവകാശികളുണ്ട് എന്നൊക്കെ നോക്കി നമ്മളെ വില്ലേജ് ഓഫീസുകാരും അധികാരികളും ഒരുപാട് നമ്മളായിട്ട് നടത്തിച്ചിട്ട് മാത്രമേ പിന്നെ നമുക്ക് വേറൊരു അവകാശം ഇല്ലെന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമുക്ക് പഠിച്ചു. അതുകൊണ്ട് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾക്കുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ട്
നിങ്ങളെ കാലം കഴിഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ളത് മാറ്റി വെച്ചിരുന്നാൽ മതി. അവർക്കുള്ളത് കൊടുത്ത് അവരൊരു വീട് വയ്ക്കുക, ലോൺ എടുക്കുക, വെച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, ബിസിനസ്സിന് വേണ്ടി ലോൺ എടുക്കുക, രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തപ്പി കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഏഴണ്ട ശനി എന്ന് പറയുന്നത് ഭയങ്കര ദുരിതമാണ്. നമുക്ക് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും വിനകളും ഉണ്ടാകും. കാരണം ശനി നമുക്ക് വരുമ്പോൾ നമുക്ക് മൃത്യൂർ വേദി സ ദുഃഖം ശനിരിക ഗരുതോ ദാസപ്രത്യാദി ഗോപീനാണ് മൃത്യു. നമുക്ക് ആപത്തുക്കൾ, വീഴ്ച, അപകടം, കൃഷിനഷ്ടം, നാൽക്കാലി നഷ്ടം, വ്യാപാര നഷ്ടം, തൊഴിൽ നഷ്ടം, പ്രവൃത്തി നഷ്ടം, അധികാരികളുടെ വിരോധം, പാര, തൊഴിലാളിയും മുതലാളിയൊക്കെ ശത്രുക്കളാവുകയും പറ്റിച്ചുകൊണ്ട് പോവുകയും വളരെ പ്രയാസങ്ങളും സ്ത്രീകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. സ്ത്രീകളൊക്കെ നമുക്ക് സ്നേഹമുള്ളവരാണ്, സഹായമുള്ളവരാണ്. നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ പോലും നമുക്കെതിരെ കേസ് കൊടുത്ത് കുടുംബ കോടതിയിലും വനിതാ കമ്മീഷനിലൊക്കെ കയറ്റി ഇറക്കി ജീവിതം തുളച്ചികളി. ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ടെന്ന് തമ്മിൽ മത്സരിച്ച് പറയും. അതോടുകൂടി ജീവിതം നശിക്കും. പിള്ളേർ കാര്യമില്ലാതായി പോകും. പിള്ളേരെയും നമുക്ക് ഓഹരി വെച്ചെടുക്കുക എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ക്ഷമിച്ച്, സഹിച്ച്, സ്നേഹിച്ച്, സന്തോഷിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ജീവിതം നമുക്ക് ഏറ്റവും വലുതാണ്. ഒരു ഭാര്യയെ കിട്ടാനോ ഒരു ഭർത്താവിനെ കിട്ടാനോ ഇന്നത്തെ കാലത്ത് ഒരു പാടുമില്ല. പക്ഷേ നല്ലൊരു ജീവിതം കിട്ടാൻ ഇത് വലിയ പാടാണ്. അങ്ങനെ മൃത്യു ബന്ധുവഴിയിലും ചില ആപത്തുകളും വയസ്സായ ആൾക്കാർക്കും ചില ആൾക്കാർക്കൊക്കെ ബന്ധുക്കൾക്ക് മരണമൊക്കെ ഉണ്ടാവും. ബലിസ ദുഃഖം, നമുക്ക് ദുഃഖം എന്ന് പറയും. ദുഃഖങ്ങളൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. ദുഃഖം എന്നുള്ള വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥവത്തായ പദങ്ങൾ വേറെയാണ്. ആദി വേദി വൃത പീഡ ക്ലേശ ഇതി ദുഃഖ. ആദി ജോലി കിട്ടിയില്ല, പൈസ കിട്ടിയില്ല, ഭാഗ്യം കിട്ടിയില്ല, മെച്ചം കിട്ടിയില്ല, നല്ല വിവാഹം കിട്ടിയാലും ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല എന്നൊക്കെ തോന്നി നല്ല നല്ല ഭാഗ്യങ്ങൾ കിട്ടിയാൽ പോലും അവർക്കെന്തെങ്കിലും അവർ വിചാരിച്ചതുപോലെ ചെറിയ ഗുണനിലവാരം കുറഞ്ഞു പോയാൽ അയ്യോ ഇയാൾക്കൊന്നുമില്ല. ഇപ്പോൾ ഒരു ഭർത്താവിന് വീടും വസ്തുവും കെട്ടിടവും ഒക്കെ ഉണ്ട്, ഭാര്യയ്ക്ക് സ്വത്തും വകയൊക്കെ ഉണ്ട്. ഇത് കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ കല്യാണം നടക്കുന്നത്. ഇപ്പോൾ സ്ത്രീധനമൊന്നും വേണ്ടാന്ന് പറയണമെങ്കിൽ ആൾക്ക് വല്ലതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാകുന്നൊക്കെ ബാഹ്യമായ രീതിയിൽ അന്വേഷിച്ചായിരിക്കും. അപ്പോൾ കടമൊക്കെ പെടുത്തിയാണ് ചിലപ്പോൾ കല്യാണം നടത്തിയെന്ന് പറഞ്ഞാൽ കല്യാണം ഗംഭീരമായിട്ട് നടക്കും. പക്ഷേ അതിനുള്ള ലോണുകളും കാര്യങ്ങളും വീട്ടിൽ അച്ഛനമ്മമാർക്ക് അടയ്ക്കാൻ പറ്റാതെ വന്ന ബാങ്കുകാർ വസ്തുക്കൾ കൊണ്ടു. പഠിപ്പിക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടിയൊക്കെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പൈസകൾ പോവും. അങ്ങനെ ആദി നമുക്ക് കിട്ടേണ്ടുന്ന ഗുണങ്ങൾ കിട്ടിയില്ലെന്നുള്ള പ്രയാസങ്ങൾ ആദി. വ്യാധി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദിവസം ഭാഗ്യങ്ങൾ കിട്ടിയില്ല എന്നുകൊണ്ട് ടെൻഷൻ അടിച്ച് മാനസിക രോഗിയെ പോലെയായി അസുഖങ്ങൾ പിടിക്കുന്നതാണ് വ്യാധി എന്ന് പറയുന്നത്. ആദി വ്യാധി പല പല അസുഖങ്ങൾ മരുന്ന് കഴിച്ച് ചികിത്സ ചെയ്ത് ഔഷധം കഴിച്ച് ആശ്രമത്തിൽ പോയി അമ്പലത്തിൽ പോയി ജ്യോത്സ്യന്മാരടുത്ത് പോയി എവിടെ ചെന്നിട്ടും നമുക്കൊരു ഗുണവും കിട്ടണില്ല എന്ന് സ്വയം ചിന്തിച്ച് വിഷമിക്കുന്നതാണ്. അത് വ്യാധി. ആദി വ്യാധി. വൃഥാ പീഡ, ഒരു കാരണമില്ലാതെ. വൃഥ എന്ന് വെച്ചാൽ വെറുതെ ഉള്ള പീഡനങ്ങൾ പത്രക്കാള പീഡനമല്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, ഭർത്താവിന് ഇഷ്ടമല്ല, സഹോദരങ്ങൾക്ക് ഇഷ്ടമല്ല, ബന്ധുക്കൾക്ക് ഇഷ്ടമല്ല, അവരെന്നെ തെറി പറഞ്ഞ് അവരെന്നെ അടിക്കാൻ വന്ന് കൊല്ലാൻ വന്ന് നമ്മൾ വഴക്കിന് പോയാൽ ഗുണ്ടാ നിയമപ്രകാരേണ നമുക്കെതിരെ കേസ് കൊടുത്ത് നമുക്കിങ്ങനെ വിഷമങ്ങൾ. ജോലിയിൽ അധികാരികളുടെ വിരോധം, പ്രമോഷൻ കിട്ടാനുള്ളതിന് പകരം സസ്പെൻഷൻ വരെ ആയിപ്പോയി. അതുകൊണ്ട് അധികാരികളോട് സ്നേഹം, ബഹുമാനം, ഇഷ്ടം കാണിക്കണം. ആരെങ്കിലും നമ്മളെ ഒന്ന് തുറച്ചു നോക്കി ദേഷ്യപ്പെടുകയും തെറി പറയുകയൊക്കെ ചെയ്താൽ സന്തോഷത്തോടു കൂടി കയറ്റി നിൽക്കണം. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്, ജോലി നഷ്ടപ്പെടാൻ വരെ ചാൻസ് ഉള്ള സമയം. അങ്ങനെയുണ്ട്. ആദിവേദി വൃഥാപീഡ, മറ്റുള്ളവരുടെ ഉപദ്രവം നമുക്കുണ്ടായിരുന്നു. ആദിവേദി വൃഥാ ക്ലേശ, നമ്മളെ ബന്ധുക്കൾ കലവിച്ചിരിക്കുന്നതിൻ്റെ വിഷമം, കടം കൊണ്ടുള്ള വിഷമം, നമ്മളെ ബിസിനസ്സുകളിൽ ജോലി ഇതിലൊന്നും മെച്ചപ്പെടാത്തത് കൊണ്ടുള്ള വിഷമം, ബന്ധുക്കളുടെ മരണം കൊണ്ടുള്ള വിഷമം, എല്ലാവരുടെയും വിരോധം കൊണ്ടുള്ള വിഷമം,
കടം കൊണ്ടുള്ള വിഷമം, ഇങ്ങനെ കൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിഷമം വരും. എപ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്? നമുക്ക് കിട്ടേണ്ടുന്ന കിട്ടാതിരിക്കുകയും ഉള്ളത് നഷ്ടപ്പെടുകയും ബന്ധുക്കൾ വിരോധികളായിട്ട് വരികയും ഒന്നും കിട്ടിയില്ല, അത്രയും കഴിവും അറിവും ബുദ്ധിയും അധ്വാനവും പലവർക്കും പല ഉപകാരങ്ങളും സഹായങ്ങളും ചെയ്തിട്ടും എനിക്കിതാണല്ലോ ഭഗവാനെ എൻ്റെ അനുഭവം, ഇത്രയും രോഗം എന്താണ് ചെയ്തതെന്ന് തോന്നി. നമ്മളൊരു രോഗവും ചെയ്യേണ്ട, വീട്ടിൽ കിടന്നുറങ്ങിയാലും നമുക്കെതിരെ ആളുകൾ ശത്രുവിനെ പോലെ സംസാരിക്കും. ക്ലേശക ഇതെല്ലാം കൊണ്ടുള്ള കൂട്ടായിട്ടുള്ള വിഷമമാണ് ക്ലേശം. ഇതി ദുഃഖ, ഇത്രയും കാര്യങ്ങളും അടങ്ങിയതാണ് ദുഃഖം. അങ്ങനെ മൃത്യുർ വേദിസ ദുഃഖം ശനിരിക ഗതിരോ ദാസഭൃത്യാദി ഗോപി. നമുക്ക് ദാസന്മാര് ഭൃത്യന്മാര് എല്ലാവരും കോപിച്ച് വരും, വിരോധിച്ച് വരും. അപ്പൊ ഏഴാണ്ട് ശനിയിൽ ആദ്യത്തെ 2.5 വർഷം മങ്ക് ശനി, രണ്ടാമത്തെ 2.5 കൊല്ലം പൊങ്ക്. അപ്പം 30 വർഷത്തിലൊരിക്കലാണ് ശനി വരുന്നത്. ആദ്യത്തെ 30 വയസ്സിനകത്ത് വരുന്ന ശനിയാണ് മങ്ക് ശനി. 60 വയസ്സ് അടുപ്പിച്ച് വരുന്ന ശനി പൊങ്ക് ശനി. 90 വയസ്സ് അടുപ്പിച്ച് വരുന്ന ശനി മരണശനി. ഇപ്പം ഏത് ശനിയാണെങ്കിലും പൊങ്ക് ശനിയാണെങ്കിൽ നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. 30 വയസ്സിന് ശേഷം 60 വയസ്സ് വരെയുള്ള ശനിയാണ് പൊങ്ക് ശനി. ഒരാളുടെ ജീവിതത്തിൽ മൊത്തം 3 തവണ ഏഴരാണ്ട് ശനി വരും 30 വർഷത്തിലൊരിക്കൽ. 2.5 ഗുണം 12 സമം 30. 2.5 വർഷമാണ് ഒരു രാശി ശനി നിൽക്കുന്നത്. പിന്നെ ശനി 12 രാശിയിലൊന്ന് ചുറ്റിക്കറങ്ങി വരണ കാലമൊന്നും നമുക്ക് ഏഴരാണ്ട് ശനി വരുന്നത് 30 കൊല്ലം. ആളുകൾ പറയും ശനി എനിക്ക് കൊച്ചിലെ കഴിഞ്ഞല്ല, പിന്നെ എങ്ങനെ ശനി വരും ചോദിച്ചത്? നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയണ തർക്കം പറയുന്ന ആൾക്കാരുണ്ട്. ശനിദശ ജീവിതത്തിൽ ഒരിക്കൽ തവണ മാത്രമേ വരൂ. ഏഴരാണ്ട് ശനി 3 തവണ വരും. അത് ഈ 30 വയസ്സ് അടുപ്പിച്ച് വരുന്ന ശനി വീഴ്ച, ഒടിവ്, അപകടം, ജയിൽവാസമൊക്കെ. 60 വയസ്സിൽ വരുന്ന സമയം തടസ്സങ്ങളുണ്ട്, ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിലും വിജയം നേട്ടമൊക്കെ കിട്ടി കുറേയൊക്കെ പിടിച്ചു വെച്ചിരിക്കാൻ പറ്റും. 90 വയസ്സ് അടുപ്പിച്ച് വരുന്ന ശനി വീഴ്ച, ഒടിവ്, അപകടം, കടം, കള്ള കേസുകൾ. വയസ്സാം കാലത്ത് പോലും ആളുകൾ നമ്മളെ വെറുതെ വിടൂല, കൈയിരിക്കുന്നതൊക്കെ പറ്റിച്ചുകൊണ്ടും വീട്ടിലുള്ളവരോട് കലയിച്ചും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കണമെന്ന് അവർക്കാണ് എൻ്റെ സ്നേഹമെന്ന് തോന്നി ഒരാശ്രമത്തിൽ, അമ്പലത്തിൽ, അനാഥ മന്ദിരത്തിലേക്ക് പോയാൽ ഇത്രയും കാലം ഉണ്ടാക്കിയത് അവർക്ക് അങ്ങ് കൊടുത്തിട്ട് മക്കൾക്കുമില്ല ബന്ധുക്കൾക്കും ഇല്ലാത്ത തരത്തിൽ വിഷമിച്ച് നശിച്ചു പോയി. അതൊക്കെ വളരെയധികം സൂക്ഷിക്കും. പിന്നെ 7.5 വർഷമുള്ള ഏഴരാണ്ട് ശനിയിൽ ആദ്യത്തെ 2.5 വർഷം ഒരു പടക്കിൻ്റെ തിരി മാത്രം കത്തുന്ന സമയം. രണ്ടാമത്തെ 2.5 കൊല്ലം പടക്ക് തീ പിടിച്ച് പടക്ക് പൊട്ടിത്തെറിക്കുന്ന സമയം. മൂന്നാമത്തെ 2.5 കൊല്ലം പടക്ക് പൊട്ടിത്തെറിഞ്ഞ് പിന്നെ പ്രശ്നമൊന്നും ഇല്ലാത്ത സമയം. അപ്പോൾ ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് മാർച്ച് വരെ ജന്മശനിയാണ്. അപ്പോൾ നമുക്ക് ജന്മശനി 2023 ജനുവരി മുതൽ 2025 മാർച്ച് വരെയാണ് പടക്ക് പൊട്ടിത്തെറിക്കുന്ന സമയം. അത്രയ്ക്കും കുഴപ്പമാണ്. അത് കഴിഞ്ഞാൽ പുകയാവിയും പോണ സമയം 2.5 വർഷം. അതൊരു മീനക്കൂറുകാർക്ക് ഇപ്പം പടക്കിൻ്റെ തിരി മാത്രം കത്തണ സമയമാണ് ജനുവരി മാർച്ച് മാസം വരെ. അത് കഴിയുമ്പോൾ അവർക്ക് ജന്മശനി വരും. പിന്നെ ഉരുട്ടാതി അവസാനം ഉരുട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് 2025 മാർച്ച് മാസം മുതൽ 2027 10-ാം മാസം വരെയാണ് കൊല്ലാതെ കൊല്ലണ ജന്മശനി വീഴ്ച, ഒടിവ്, അപകടം, കടം, ജയിൽവാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആര് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കൂല. ഈ സമയത്ത് വിനാശകാല വിപരീത ബുദ്ധി എല്ലാം വാശിയോടുകൂടി നിങ്ങൾ ചെയ്യും. നല്ലതാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുമ്പോൾ ആ സമയത്ത് എല്ലാ കഴിവും ബുദ്ധിയും ശക്തിയുള്ളവരും ആലോചിക്കാതെ ചിന്തിച്ച് പ്രവർത്തിക്കുകയും ആശുപത്രി, ചികിത്സ, ലഗ്നത്തിൽ ശനി നിൽക്കുമ്പോൾ ഭാവി ലഗ്നഗതയെ പരാജയം. നമ്മൾ പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം, പരാജയം വരും. ശിരോരുക്ക്, ശിരസ്, തലരുക്കം എന്നൊക്കെ രോഗം. അപ്പോൾ നമുക്ക് തലയ്ക്ക് സുഖമില്ലേന്ന് ആളുകൾ ചോദിക്കും. എന്നാൽ ENT പ്രോബ്ലം, കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, തൊണ്ട അങ്ങനെയൊക്കെ അസുഖം. ദുഃഖം, മനസ്സിന് ദുഃഖം, ദുഷ്കീർത്തി, അപഖ്യാതി, സ്ഥാനഭ്രംശം, വീട് സ്ഥലമൊക്കെ വിട്ടു മാറിപ്പോകും. വിദേശത്ത് നിൽക്കുന്നത് ആ രാജ്യം വിട്ടു പോകണമെന്ന് തോന്നും. അവിടെ നല്ല ജോലിയില്ല, പൈസയില്ലെന്നും കൊണ്ട് കളായിട്ടങ്ങ് ചാടി ഓടിക്കളയും. പുതിയ ജോലി കിട്ടാൻ പാടുമാണ്, പഴയ ജോലിയിലും മെച്ചം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കളഞ്ഞാൽ ഉള്ളതും പോവും, പുതിയൊന്നും കിട്ടിയില്ല. സ്ഥാനമാനങ്ങളൊക്കെ പോകും. അങ്ങനെ അഖില ശരീര അസ്വാസ്ഥ ദുഃഖാനിത, ശരീരം മൊത്തവും
അസ്വസ്ഥതകൾ, നെഞ്ചുവേദന, കണ്ണുവേദന, തലവേദന, ക്ഷീണം, തളർച്ച, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ജന്മശനിയുള്ളത്. അശ്വതി, ഭരണി, കാർത്തിക കാല് വരെയുള്ള മേടക്കൂറുകാർക്ക് ആദ്യത്തെ 2.5 കൊല്ലം അതിൻ്റെ വലിയ കുഴപ്പമില്ല. അവർക്ക് 2.5 വർഷം കഴിയുമ്പോൾ ജന്മശനി വരും. അവിടെ ഭയങ്കര ദോഷവും ബുദ്ധിമുട്ടും. ഈ ദോഷങ്ങൾക്ക് ഹനുമാൻ സ്വാമിയെ ഭജിക്കണം. ഹനുമാൻ എന്ന് പറയുമ്പോൾ പണ്ട് ശനിയെ രാവണൻ ഇടിയൊക്കെ കൊടുത്ത് ലങ്കയിൽ കൊണ്ടുവന്ന് ഉപദ്രവിച്ചവിടെ നിർത്തിയിരുന്ന് ശനി പിടിക്കുമ്പോൾ രാവണന്റെ ജീവൻ പോവും, രാജ്യം പോവും, അധികാരം പോവും, എല്ലാം പോകുമെന്ന് ഭയന്നു. രാവണൻ ഒരു ബുദ്ധി ചെയ്തു. ശനിയെ പോയി കണ്ടിട്ട് എന്നെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞു. ശനി ചെറുതായിട്ടേ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? രാവണനത് ഇഷ്ടപ്പെട്ടില്ല. രാവണൻ ശനിയെ പിടിച്ച് ലങ്കയെ കൊണ്ടുവന്ന് കൈയും കാലും ഒക്കെ അരിച്ച് ഓടിച്ച് വെള്ളം പോലും കൊടുക്കാതെ ഒരു മുറിക്കകത്ത് കയറ്റിയിരുത്തി. അപ്പൊ സീതയെ അന്വേഷിച്ച് ചെന്ന ഹനുമാൻ സ്വാമിയാണ് രാവണനെ കണ്ടതും രക്ഷപ്പെട്ടു. അന്ന് ഈ ഹനുമാൻ ഒരു വരം ശനി കൊടുത്തു. നിന്നെയും നിന്റെ ആൾക്കാരെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കൂലെന്ന് പറയുന്നത്. ഹനുമാൻ സേവ നല്ലതാണ്. കാലഭൈരവനെ തൊഴുന്നത് നല്ലതാണ്. അമാവാസി പൂജയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ശാസ്താവിനെ ഭജിച്ചാൽ ശനിദോഷം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ നവഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും പൂജയാർച്ചനയും ചെയ്യാം. അത് ശനീശ്വര പൂജ ചെയ്യുന്നത് നല്ലതാണ്. മൃത്യുഞ്ജോമം നടത്തണം. പിന്നെ ദോഷങ്ങൾ മാറാൻ ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ, ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യും. ദോഷം മാറും. പിന്നെ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ ഇതിൻ്റെ ദോഷം 7ാം ശനിയുടെ കാഠിന്യം കുറഞ്ഞിരിക്കും. ജാതകത്തിലും രാഹു ദശ, കേതു ദശ ദോഷങ്ങളൊക്കെ ആണെങ്കിൽ കാഠിന്യം ഇരട്ടിയാവും. അതേസമയം നമുക്ക് നല്ല സമയമാണെങ്കിൽ പകുതി സമയത്തിൻ്റെ ഗുണം കൊണ്ട് ഗുണം കിട്ടുകയും പകുതി ഈ ശനിയുടെ കാഠിന്യം കൊണ്ടുള്ള ദോഷം പൂർണ്ണമായിട്ട് ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും. പരിഹാരങ്ങളും കാര്യങ്ങളും ജാതക വിശേഷങ്ങളും അറിയണമെങ്കിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം. ചിലവർ യൂട്യൂബിൽ തന്നെ സെൻഡ് ചെയ്യണവരുണ്ട്. നിങ്ങൾ വാട്സപ്പിലാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് നോക്കി സമയം കിട്ടുമ്പോൾ പറഞ്ഞുതരാൻ പറ്റും. മറ്റത് അത് ഒരുപാട് മെസ്സേജുകൾ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി നിങ്ങൾ ശാസ്താവ് ഭക്തി പുരസ്സരമുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ഭജനം, ക്ഷേത്ര ദർശനങ്ങൾ, കുടുംബദേവനെ ഭജിച്ച് നമ്മളെ ആ ദോഷങ്ങൾ മാറിക്കിട്ടാൻ നമ്മളും കൂടെ ജപവും തപമൊക്കെ നടത്തി നമ്മളെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുടുംബകോടതി, ഭർതൃക്ലേശം, ഭാര്യാക്ലേശം, സന്താനനാശം, കുടുംബത്തിൽ മരണം ഇതൊക്കെ നിങ്ങളുടെ നിമിത്തം ഉണ്ടാകാതിരിക്കാൻ വളരെയധികം സൂക്ഷിച്ച് പ്രവർത്തിച്ചാൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജോലി, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ദാമ്പത്യം, ഭർതൃ ഐശ്വര്യങ്ങൾ, കുടുംബ സൗഖ്യം നിലനിർത്താൻ പറ്റും.